കൈപ്പിനീരുമൊക്കെ അറിയുന്നു. ഭർത്താവ് അടുത്തില്ലാതിരിക്കുമ്പോ തന്റെ ശരീരത്തെയും ആ ഭർത്താവിന്റെ സമ്പത്തിനെയും സംരക്ഷിക്കുന്നവരാരാണോ? സ്വന്തം ഭർത്താവ് നാടിനോട് വീടിനോട് വിട പറഞ്ഞ് അവൻ ഇവിടെ നിന്ന് അറബിക്കടലിന്റെ അരമാലയും താടി അങ്ങനെ ഗൾഫിന്റെ മണ്ണിലോട്ട് കടന്നിരുന്ന് അവരുടെ ജീവിതത്തിന്റെ രണ്ടറ്റം തമ്മിൽ കൂട്ടിമുട്ടിക്കാൻ പെടാപ്പാടുപെടുമ്പോ ഭർത്താവ് ചാരത്തില്ല, ഭർത്താവിന്റെ സാമീപ്യമില്ല, അവന്റെ അടുപ്പമില്ല. ആ സമയത്ത് എനിക്കും എന്റെ മക്കൾക്കും വേണ്ടിയാണ് എന്റെ ഭർത്താവ് മണലാരുണ്യത്തിൽ കിടന്ന് പെടാപ്പാടുപെടുന്നതെന്ന് തിരിച്ചറിഞ്ഞ് ആ ഭർത്താവിന്റെ ഭാവത്തിൽ തന്റെ ചുറ്റുവട്ടത്തിലേക്ക് ഗ്രന്ഥ നീട്ടിക്കൊണ്ട് കടന്നു വരുന്ന മലങ്കടുകന്മാരുടെ പ്രകോപനത്തിൽ നിന്ന് മാറി നിന്ന് സ്വന്തം ശരീരത്തെയും എന്റെ ഭർത്താവിന്റെ സമ്പത്തിനെയും അമാനത്ത് പോലെ സംരക്ഷിക്കാൻ കഴിയുന്നവളാരോ അവളാണ് ഭാര്യയെന്ന്, അവളാണ് പ്രവാസിയുടെ ഭാര്യയെന്ന്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിലക്കെടുക്കാൻ കഴിയുന്നവളായി പെണ്ണുമാറുമ്പോ എത്രയെത്രയോ സംഭവങ്ങളാണ് യഥാർത്ഥത്തിൽ ജീവിതത്തിലേക്ക് വെളിച്ചം വീഴേണ്ടത്. ഇന്നലെ രാവിലെയാണ് പത്രമെടുക്കുമ്പോ പൊന്നാനി കടപ്പുറത്ത് എവിടെയോ 12 വയസ്സുകാരിയുടെ മൃതദേഹം അടിഞ്ഞുവത്രേ. എവിടെയോ കടപ്പുറത്തെവിടെയോ മുനമ്പത്തെ കടപ്പുറത്തെവിടെയോ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെണ്ണിന്റെ മൃതശരീരം അടിഞ്ഞുപോയത്രേ. എവിടെയാണ് തിരച്ചിൽ നടത്തേണ്ടത്? സ്കൂൾ ബാഗിൽ കണ്ട മൊബൈൽ ഫോൺ ചോദ്യം ചെയ്ത അധ്യാപകന്റെ ചോദ്യം കഴിയുമ്പോ പിന്നെ കാണുന്നത് മാതാപിതാക്കൾ കഷ്ടപ്പെട്ട് വളർത്തി വന്ന പൊന്നുമോളുടെ മൃതദേഹമാണ് കാണുക. സഹോദരങ്ങളെ, പ്രവാസിയുടെ ഭാര്യ പറയുമ്പോൾ എനിക്ക് ഉറപ്പുണ്ട് ഞാൻ പറയുന്നത് പറയേണ്ട സ്ഥലത്ത് തന്നെയാ, ഈ വിഷയം പറയുന്നത് പറയേണ്ടടുത്ത് തന്നെയാ പറയുന്നതെന്ന്. ലോകത്തെ കീഴടിച്ച കൊലപാതകങ്ങൾ, ലോകത്തെ ഞെട്ടിച്ച കൊലപാതകങ്ങൾ. ചാവക്കാട് 27 വയസ്സുള്ള റസിയ എന്ന പെണ്ണിനെ സമയത്ത് വെച്ച് കൊലപ്പെട്ട ദാരുണമായ കഥാപാത്രത്തിന് നടുവ് സമുദായമേ ചിന്തിക്കുക, സമുദായമേ ചിന്തിക്കുക. 27 വയസ്സുകാരി പെണ്ണിനെ അവളെ കരുത്തിന് തോട്ടുകൊണ്ടുകൊണ്ട് ശ്വാസം മുട്ടിച്ചു കൊണ്ടുപോയി പാതിരാ സമയത്ത് കൊലപ്പെടുത്തി. നൂറുദ്ദീൻ എന്ന ചെറുപ്പക്കാരന് എവിടെയാ സംഭവിച്ചതെന്നറിയുമോ? ആ പെണ്ണ് എവിടേക്ക് വന്നതാണ്? സാഹചര്യങ്ങളെ നശിപ്പിക്കാൻ കഴിയുന്ന ഒരു ജീർണതകൾക്കെതിരെ ജിഹാദ് വിളിക്കുന്ന സംസ്കാരത്തിലോട്ട് കടന്നു പോവുക. ആ പെണ്ണ് വന്നത് മണത്തര നേർച്ച കൂടാനാണത്രേ. അവൾ വന്നത് മണത്തര നേർച്ച കൂടാനാണ്. പാതിരാത്രി സമുദായം കോടികളെറിഞ്ഞ് അമ്മാനെയും അമ്പാനെയും വെച്ച് കോടികളെറിഞ്ഞ് പകട് കളിക്കുമ്പോ അതിന്റെ നടുവിലാണ് മണത്തര നേർച്ചയിൽ വാശിയോടെ വൈരാഗ്യത്തോടെ ആരടാ നിങ്ങളെ തടുക്കാനെന്ന് പറഞ്ഞ് 6 കോടി ചെലവഴിച്ചിട്ട് ആനെ നടത്തി എഴുന്നള്ളിപ്പ് നടത്തുമ്പോഴാണ് പാതിരാ സമയത്ത് ആരും അറിഞ്ഞില്ല. മണത്തര നേർച്ചയിൽ ആടി തിമിർത്തവരറിഞ്ഞില്ല, അവിടെ തുള്ളിക്കളിച്ചവരറിഞ്ഞില്ല. ആ സമയത്ത് 27 വയസ്സുള്ള പെണ്ണിന്റെ കരുത്തിൽ ഷാള് മുറുകുകയായിരുന്നുവെന്ന് സഹോദരങ്ങളെ ചിന്തിക്കേണ്ടത് എവിടെയാ? ആ 27 വയസ്സുള്ള പെണ്ണിതേവരെ വിവാഹം കഴിച്ചിട്ടില്ല, അവളെ ആരും കെട്ടിച്ചു വിട്ടിട്ടില്ല. ഒരു ഭാഗത്ത് സമുദായം 6 കോടിയുടെ ആർഭാരം നടത്തുമ്പോ ആനയ്ക്ക് വേണ്ടി, അമ്പാരിക്ക് വേണ്ടി, മർദ്ദനത്തിന് വേണ്ടി, ചെണ്ടയ്ക്ക് വേണ്ടി, വ്യഭിചാരത്തിന് വേണ്ടി 6 കോടിയുടെ രാത്രിയിൽ ചെലവഴിക്കുമ്പോ 27 വയസ്സുള്ള ഈ സമുദായത്തിന്റെ പെണ്ണിനെ ഇതേവരെ കെട്ടിച്ചു വിടാൻ സമുദായത്തിനാളുണ്ടായില്ല. എല്ലാം നടന്നു പോകുന്ന ലോകം സാഹചര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുകയാണ്, സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുകയാണ്. പ്രവാസിയുടെ ഭാര്യയെ എനിക്കും പറയാനുള്ളത് തന്നെയാണ്, സാഹചര്യങ്ങളെ മാറ്റി നിർത്തുക. മണത്തര നേർച്ചയിൽ ഒരു രാത്രി 6 കോടി ചെലവഴിച്ചു സമുദായം. ആ സമയത്തൊരു പെണ്ണിനെ, 27 വയസ്സുള്ള പെണ്ണിനെ, ആ പെണ്ണിനെ നൂറുദ്ദീൻ എന്ന ചെറുപ്പക്കാരൻ വീട്ടിൽ വന്ന് വിളിച്ചുകൊണ്ടുപോയി. അവൾ ഇറങ്ങിക്കൊണ്ടുപോയി. രാത്രി ആവഴിഞ്ഞ കെട്ടിടത്തിൽ രാത്രി 2 മണിക്ക് വിറകുപരയിൽ വെച്ച് ആ പെണ്ണ് 2 പ്രാവശ്യം അവരുമായി ശാരീരികമായി ബന്ധപ്പെട്ടു. തിരിച്ചു പോകാൻ പറഞ്ഞിട്ട് തിരിച്ചു പോയില്ല. 27 വർഷമായി താൻ അടക്കി പിടിച്ച വികാരങ്ങൾ മുഴുവനും ഒരു പുരുഷന്റെ ചൂടിനും ചൂരിനും ആ പെണ്ണടിയറ വെച്ചപ്പോൾ പിന്നെ അവൾക്ക് തിരിച്ചു പോകാൻ കഴിഞ്ഞില്ല. ആരാണ് മറുപടി പറയേണ്ടത്? കല്യാണ വീട്ടിലേക്ക് ചെന്നത് തൃശ്ശൂര് ഒരു പെൺകുട്ടിയെ, 15 വയസ്സുള്ള പെൺകുട്ടിയെ 17 വയസ്സുകാരൻ തട്ടിക്കൊണ്ടുപോയി. അവൻ കൊണ്ടുപോയി, അവൻ ബൈക്കിലേക്ക് ഒന്ന് കറങ്ങിയപ്പോ അവന്റെ ആവേശം തീർന്നു. വൈകുന്നേരം ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് കൊടുത്തു, അവൻ ബസ് ഡ്രൈവർക്ക് കൊടുത്തു. പിന്നെ അതൊരു ദൗർത്ത് സെൽസിലാണല്ലോ ഇക്കാര്യത്തിൽ. പിന്നെ ഒരു ദൗർത്ത് സെൽസില സൂര്യനെല്ലിയിൽ നോക്ക്, ഒരു ജുമയ്ക്കുള്ള ആളുണ്ട് 40 പേര്. ഒരു ജുമയ്ക്കുള്ള ആളുണ്ട്, പ്രതികൾ മാത്രം. എല്ലാവരും കൂടെ കൂടിയ സെൻട്രൽ ജുമ നിർവഹിക്കാം. എന്താണ് നിങ്ങൾ ചിന്തിക്കുക? ഇന്ത്യ രാജ്യത്തിന്റെ പരമോന്നതമായ നീതി കോടതിയുടെ ജഡ്ജി സൂര്യനരിയിൽ 9ാം ക്ലാസ്സിലെ പെണ്ണിനെ
മറ്റുള്ളവർക്ക് കൊടുത്തവന്റെ പേരെന്തെന്ന് ചോദിച്ചപ്പോൾ പ്രതിഭാഗം അഭിഭാഷകം വന്ന് ധർമ്മരാജൻ, ആരാണ് ഇവന് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെണ്ണിനെ 40 പേർക്ക് കൈമാറിയവന് ധർമ്മരാജൻ എന്ന് പേരിട്ടതാരാണ് എന്ന് ചോദിക്കേണ്ടി വന്നു സുപ്രീം കോടതിയുടെ ജഡ്ജി. ഇവൻ ആര് ധർമ്മരാജൻ എന്ന് പേരിട്ടു? അവന്റെ പേര് ധർമ്മരാജൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ അവസ്ഥയിലേക്ക് പെണ്ണിനെ കൊത്തിപ്പറിക്കുന്ന ഒരു ലോകത്ത് എല്ലാം പെണ്ണെന്ന് പറഞ്ഞാൽ ഉപയോഗിക്കാനുള്ള ഉപഭോഗ വസ്തുവാണ് എന്ന് തിരിച്ചറിഞ്ഞ ഒരു ആസ്വാദക രോഗത്തിന്റെ മുമ്പിലാണ് എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ ഭർത്താവിന്റെ സാമീപ്യമില്ലാതെ, വർഷങ്ങളോളം ഭർത്താവിന്റെ സാമീപ്യമില്ലാതെ തന്റെ മണിയറയിലേക്ക് വരുന്ന ഭർത്താവിനെയും കാത്ത് വിരക ദുഃഖത്തോടെ പണ്ട് ദുബായ്ക്കത്ത് പാട്ട് പാടിയ പ്രവാസിയുടെ ഭാര്യ ജീവിച്ചിരിക്കുക. ആ പ്രവാസിയുടെ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ലോകത്തുള്ള ഒരു നാട്ടിലെ ഏത് ചെറുപ്പക്കാരൻ ഏറ്റവും കൂടുതൽ സ്നേഹവാനോടായിരിക്കും? ഗൾഫുകാരന്റെ ഭാര്യയോടാ. ഗൾഫുകാരന്റെ, ഞാൻ ഈ വിഷയം പറയുമ്പോൾ ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ട് ആർക്കും വിഷമമൊന്നും ഉണ്ടാകരുത്. അങ്ങനെയൊന്നും ഉണ്ടാവില്ലല്ലോ. ഏത് ഡ്രൈവറെയും ഓട്ടം വിളിച്ച അവൻ ഗൾഫുകാരന്റെ ഭാര്യ മാത്രമുണ്ടെങ്കിൽ അവൻ അതിനകത്ത് ഇരിക്കുന്ന ആളെ ഇറക്കി വിട്ടിട്ട് അവൻ അവിടെ എത്തിയിരിക്കും. സേവന തൽപരനാണ്. കാരണം എന്താ? എല്ലാവർക്കും ഒരു കണ്ണുണ്ട് പ്രവാസിയുടെ ഭാര്യയെ എങ്ങനെയും തന്റെ അടുക്കലേക്ക് ആക്കാമെന്ന്. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അതിന്റെ മുമ്പിൽ ഒരു വജ്രസമാനമായ പ്രതിരോധത്തിന്റെ കവചവുമായി അള്ളാഹുവിന്റെ ഖുർആൻ പഠിപ്പിച്ച ദർശനങ്ങളിലൂടെ കടന്നു ചെന്ന് ആ പ്രകോപനങ്ങളുടെയും പ്രലോഭനങ്ങളുടെയും നടുവിൽ ലോക ചരിത്രത്തിന്റെ ഏറ്റവും വലിയ റോൾ മോഡലായി മാറാൻ എന്റെ പ്രിയപ്പെട്ട പ്രവാസിമാരുടെ ഭാര്യയ്ക്ക് കഴിയേണ്ടതുണ്ട് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട്, ചരിത്രത്തിലെ ഒരു പ്രവാസിയുടെ ഭാര്യ ചരിത്രത്തിൽ നിനക്ക് കൂട്ടുപിടിക്കാൻ പറ്റുന്ന വനിതയാരാ? ചരിത്രത്തിൽ കൂട്ടുപിടിക്കാൻ പറ്റുന്ന വനിതയാരാ? പ്രവാസിയുടെ ഭാര്യയ്ക്ക് ചരിത്രത്തിൽ അനുധാവനം ചെയ്യാൻ എവിടെയെങ്കിലും ഒരു മാർഗദർശിയെ നമുക്ക് കാണാൻ കഴിയുമോ? അങ്ങനെ കഴിയുമെങ്കിൽ ഞാൻ ആവർത്തിച്ചു പറയുന്നു, പ്രവാസിയുടെ ഭാര്യയ്ക്ക് ലോകത്ത് ഉൾക്കൊള്ളാൻ പറ്റിയ ഏറ്റവും വലിയ മാതൃകയാണ് ബഹുമാനപ്പെട്ട ബീവി ഹാജർ റളിയല്ലാഹു അൻഹ. പ്രവാസിയുടെ ഭാര്യയ്ക്ക് ഇതിനേക്കാൾ നല്ല ഒരു റോൾ മോഡൽ. അങ്ങകലെ എയർപോർട്ടിലെ കരിപ്പൂർ എയർപോർട്ടിന്റെ മുറ്റത്ത്, അങ്ങകലെ എയർ ഇന്ത്യയുടെ എമിറേറ്റ്സിന്റെ ഫ്ലൈറ്റ് ഇങ്ങനെ മാനത്ത് നിന്നിങ്ങനെ മാറി പോകുമ്പോ അവസാനം ഒരു നെടുവീർപ്പോടെ അടങ്ങുന്ന തേങ്ങലുമായി പറ്റുന്ന നെഞ്ചുമായി സ്വന്തം മക്കളെ ചേർത്ത് പിടിച്ചിട്ട്, മക്കളെ ഉപ്പ പോയിരിക്കുകയാണ്, ജീവിതത്തിന്റെ രണ്ടറ്റം തമ്മിൽ കൂട്ടിമുട്ടിക്കാൻ ജീവിതത്തിൽ ഒരു തുരുത്തനയാണ്. വീട്ടിലോട്ട് തിരിച്ചു വരുന്ന പെങ്ങളെ, ഇനിയാണ് നീ ഹാജരാവേണ്ടത്, പിന്നീടല്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വന്തം ഭർത്താവിന്റെ അഭാവത്തിൽ സ്വന്തം ശരീരത്തെ, ഭർത്താവിന്റെ അഭിമാനത്തെ സൂക്ഷിച്ച് ജീവിച്ച പെണ്ണിനാണ് അല്ലാഹു പിന്നീട് ജീവിതത്തിൽ എല്ലാവിധ അനുഗ്രഹങ്ങളും വാരിക്കോരി കൊടുത്തതെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പോയി പരാവാരം പോലെ പരന്നു കിടക്കുന്ന മരുഭൂമിയിൽ പിഞ്ചു പൈതലുമായി ഹാജർ റളിയല്ലാഹു തആല ഒറ്റത്തായി. ഇപ്പൊ പ്രവാസിയുടെ ഭാര്യ ഏതാണ്ട് ഇങ്ങനെയാണ്. അവൾ തന്റെ ഭർത്താവിനെ നിറകണ്ണുകളോടെ പറഞ്ഞയച്ചു. മനസ്സുണ്ടായിട്ടല്ല, വേർപിരിയാൻ ഇഷ്ടമുണ്ടായിട്ടല്ല, വേർപാടും വിരഹവും മനസ്സിന്റെ കോണുകൾക്കുള്ളിൽ ഒതുക്കാൻ കഴിയുന്നത് കൊണ്ടല്ല. പക്ഷേ ജീവിതത്തിൽ അല്ലാഹുവിന്റെ കൽപ്പന, അവന്റെ തീരുമാനം, സാഫിറു തുർസഖു, നിങ്ങൾ യാത്ര ചെയ്യൂ, നിങ്ങളുടെ റിസ്കുകൾ നിങ്ങൾ നേടിയെടുക്കൂ എന്ന ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഈ ഹദീസ് പഠിച്ചത് കൊണ്ടായിരിക്കാം പ്രവാസികൾ ഇത്രയുണ്ടായതെന്ന് എനിക്ക് തോന്നുന്നു. സാഫിറു, യാത്ര ചെയ്യൂ, തുറുദക്കു, എന്നിട്ട് നിങ്ങളുടെ ഭക്ഷണവും നിങ്ങളുടെ അന്നവും നിങ്ങൾ നേടിയെടുക്കും. പോയി. ഇനിയാണ് സഹോദരിമാരെ നിന്റെ ജീവിതവുമായി ചുറ്റിപ്പറ്റിയുള്ള പ്രയാസങ്ങൾ. ഇവിടെയാണ് പ്രവാസിയുടെ ഭാര്യയുടെ ജീവിതത്തിന്റെ ആദ്യത്തെ മുഖമുദ്ര ഉണ്ടാകേണ്ടത്. ഭർത്താവ് ഗൾഫിൽ പോയി, 4-5 വർഷം അയാൾ ജോലി ചെയ്തു ഗൾഫിൽ. അവസാനം 5 വർഷം കഴിഞ്ഞ് തിരിച്ചു വന്നു. തിരിച്ചു വരുമ്പോഴാണ് ഭാര്യ ഭർത്താവ് തമ്മിൽ പ്രശ്നം. ഒരു പ്രശ്നമുണ്ടായാൽ ആദ്യം ഗൾഫുകാരന്റെ ഭാര്യ പറയുന്നുണ്ട്, പിന്നെ 4-5 വർഷം കൊണ്ട് നിങ്ങൾ അവിടെ പോയിട്ട് കിടന്ന് ഈ മക്കളെ കഷ്ടപ്പെട്ട് വളർത്തിയത് ഞാനാണ്. ഇതിന്റെ കഷ്ടപ്പാട്, ഇവിടുത്തെ കഷ്ടപ്പാട് നടത്തിയത് ഞാനാണ്. ഈ വീട് വെക്കാൻ ഞാൻ പെട്ട പാട് നിങ്ങൾക്കറിയോ? നിങ്ങൾ അവിടെ പോയി കുറെ പൈസ മാസാമാസങ്ങൾ തന്നു എന്നല്ലാതെ എന്റെ സ്വർണ്ണവും വിറ്റ് എന്റെ വാപ്പാന്റെ കയ്യിൽ നിന്ന് മേടിച്ച് എന്റെ മക്കളെ 4-5 വർഷം ഞാൻ ഇവിടെ കിടന്ന് പോറ്റി വളർത്തി, ഞാൻ കഷ്ടപ്പെട്ട് വീടുണ്ടാക്കി. ഒരു പെണ്ണ് തന്നെ വീടുണ്ടാക്കണമെങ്കിൽ എത്ര പാടുണ്ടാവണം? ഒരു ഗൾഫുകാരന്റെ ഒരു പെണ്ണ് തന്നെ അല്ലാത്ത പാടുണ്ട്, എവിടെ പാടും? ഒരു പാടുമില്ല. ഗൾഫുകാരന്റെ ഭാര്യക്കാണ് വീടുണ്ടാക്കാൻ എളുപ്പം, നമുക്കാണ് വീടുണ്ടാക്കാൻ പാടും. അതൊക്കെ പാട്. ഞാൻ ഇപ്പൊ ഒരു ടിപ്പർ ലോറിക്കാരനെ വിളിച്ചിട്ട് നമ്മുടെ മോനെ ഒരു 10 ലോഡ് കണ്ടി വേണമല്ലോടെ കൂട്ടാൻ നാളെ രാവിലെ ഇറക്കുവോ?
ഉസ്താദ് ഇപ്പൊ നാളെ വേറെ ബുക്കിംഗ് ഉണ്ട്, 2 ദിവസം കഴിഞ്ഞിട്ടാവട്ടെ ഞാൻ ഇറക്കാം. ഒരു ഗൾഫുകാരന്റെ ഭാര്യ ടിപ്പനോടുക്കാരനെ വിളി, പിന്നെ അസ്സലാമലൈക്കും, എനിക്ക് 10 ലോഡ് കല്ല് വേണമായിരുന്നില്ല, നാളെ ഇപ്പൊ ഇറക്കി, നാളത്തേക്കാക്കണമെങ്കിൽ ഇപ്പൊ തന്നെ ഇറക്കിയേക്കാം. എന്റെ പ്രിയപ്പെട്ട സഹോദരൻ, 1 ലോഡ് മണൽ വേണം ചോദിച്ചു നോക്കും. മണലിപ്പോ പൊന്നിനേക്കാൾ വില കൂടുതൽ ഇവിടെ. അതുപോലെ മണലിറക്കി നോക്ക്. മണലുകാരനോട് പറയാൻ പിന്നെ ഇത് വല്ലാത്ത ചാർജാണ് കേട്ടോ, ഒരു 100 റുപ്യ കൊടുത്ത് നിങ്ങൾക്ക് വേണോ? വേണമെങ്കിൽ വേണ്ട, ഇത് എടുക്കും, വേറെ ആളുണ്ട് കൊണ്ട്. പക്ഷേ ഒരു ഭർത്താവ് വീട്ടിലില്ലാത്ത ഗൾഫുകാരന്റെ ഭാര്യയെ പറഞ്ഞു നോക്ക്, ഒന്നും കൊടുക്കണം, ഇത് വല്ലാത്ത വിലയാണ് കേട്ടാ. ഇത്ത ഞാൻ എന്റെ ലാഭം പോലും എടുത്തിട്ടില്ല, ഇക്കാലത്ത് 500 റുപ്യ കുറച്ചത്. അവനറിയാം 500 റുപ്യ അപ്പൊ കുറച്ച പിന്നീട് അംഗവും കാണാൻ താളി ഓടിക്കാൻ നമ്മൾ നന്നായിട്ടറിയാം. ഈ ഒരു സാഹചര്യമാണ് ലോകത്തിന്റെ മുമ്പിൽ, ഇവിടെയാണ് പ്രവാസിയുടെ ഭാര്യ ജീവിക്കാൻ കഷ്ടപ്പെടുന്നത്. ആരാണ് സാലിഹാത്താര? സാലിഹത്തായ പെണ്ണാര? അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ പറയുന്നുണ്ട്. ആരാ സാലിഹത്താര? ഖുർആൻ തന്നെ പറയട്ടെ, എന്റെ വാക്കല്ല. فالصالحات قانتات حافظات للغيب بما حفظ الله. സാലിഹത്തായ പെണ്ണാര? ഖാനിതാത്തുൻ, എന്റെ ഭർത്താവ് ചാരത്തുള്ളപ്പോൾ അവനെ അനുസരിക്കുന്നവൾ. സാലിഹത്താര? അള്ള പറയുകയാണ് സാലിഹത്തായ പെണ്ണെന്ന് പറഞ്ഞാൽ അള്ളാഹു നല്ല ഒരു പുതിയ ചിന്തയ്ക്ക് അള്ളാഹു വഴിതെളിക്കുമാറാകട്ടെ. ആമീൻ പറയും മനുഷ്യന്മാരെ ഉറക്കെ. ഇതെന്തിട്ട് മനുഷ്യന്മാരാ ഇത്? ഇത്രയും പേര് കൂടിയിട്ട് 10,000-30,000 ആളുകൾ കൂടിയിട്ടുണ്ട്. ഇത്രയും പേര് പറഞ്ഞാൽ ഇത്ര ആമീനേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് അവസാനം 10 സലാത്ത് ചൊല്ലണം. 30,000 ആളുകൾ 10 സലാത്ത് ഇല്ല, 3 ലക്ഷം സലാത്തായി. 3 ലക്ഷം സലാത്ത് ചൊല്ലിയിട്ട് ഈ സദസ്സിൽ എന്നിട്ട് വേണം നമുക്ക് പിരിയാം. അതൊക്കെ വളരെ അപൂർവമായിട്ടേ കിട്ടും, വളരെ അപൂർവം. ഇന്ന് കിട്ടും, നാളെയും കിട്ടും. ഇൻഷാ അല്ലാഹ് നാളെയും കിട്ടും. നാളെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് നൗഷാദ് ബാക്കവിയാണ് വന്നത്. ഇൻഷാ അല്ലാഹ് നാളെയും കിട്ടും, നാളെ വേണ്ടി കിട്ടില്ല. അള്ളാഹു ഈ കിട്ടുന്ന ഭാഗ്യം കൈവെള്ളയിൽ സ്വീകരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആരാ സാലിഹാത്തു? യഥാർത്ഥ പെണ്ണാര? ഇനി ഞാൻ പറയുന്നത്, പ്രവാസിയുടെ ഭാര്യമാർ ഇങ്ങനെ ജീവിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? കുറെ കാര്യങ്ങൾ ഖുർആൻ പറയുന്നുണ്ട്, ആ കാര്യങ്ങൾ ചെയ്യുക. അവസാനം പ്രവാസിയുടെ പെണ്ണ്, ലോകത്തെല്ലാവരും അപരാധം പറയുന്ന ആരെ കുറിച്ചാ? ഏറ്റവും കൂടുതൽ അപവാദം ഉണ്ടാകുന്ന ആരെ കുറിച്ചാ? പ്രവാസിയുടെ ഭാര്യയെ കുറിച്ച്. ഏറ്റവും കൂടുതൽ അപവാദം ഉണ്ടാകുന്ന ആരെ കുറിച്ചാ? പ്രവാസിയുടെ ഭാര്യ. ആരും അപവാദം ഉണ്ടാക്കും? ആരും. ഈ അടുത്ത സമയത്ത് ഒരു തലാഖിന്റെ കേസ് വന്നു. എന്താ തലാഖ് കേസ് എന്നറിയോ? ഒരു ഗൾഫുകാരന്റെ ഭാര്യ, അവര് തന്നെയുള്ള വീട്ടില്. അപ്പൊ തൊട്ടടുത്തുള്ള വീട്ടിലെ ഒരു വയസ്സായ ഒരു തള്ള വല്ലപ്പോഴും അവിടെ മണ്ണെണ്ണ മേടിക്കാൻ വരും, അരി മേടിക്കാൻ വരും, ഗോതമ്പ് മേടിക്കാൻ വരും, ഇവര് കൊടുക്കും. അങ്ങനെ ഒരു ദിവസം അവര് രാവിലെ വീട്ടിൽ വന്നപ്പോ അവര് കണ്ടത് മുറ്റത്തൊരു വീടിക്കുറ്റി കിടക്കും. അടുത്തമേത്തൊരു തലാഖ് വന്ന കേസാണ്, തലാഖ് സംഭവിച്ചു. വീടിക്കുറ്റി കിടക്കും. അവർക്ക് പറയാൻ അടയാളമായി. അവര് നേരെ ഈ പെണ്ണിന്റെ ഭർത്താവിനെ വിളിച്ചിട്ട് പറഞ്ഞു, നിന്റെ വീട്ടിൽ ആരോ രാത്രിയൊക്കെ വന്നിട്ട് പോകുന്നുണ്ട്, വീട്ടിലും വീടിക്കുറ്റി കിടക്കുന്നു. എക്സാമ്പിൾ അല്ലേ, നടന്ന സംഭവം. ഭർത്താവ് കേട്ട മാത്രമേ തന്നെ ഫോൺ എടുത്തിട്ട് വിളിച്ച് നിന്നെ 3 തലാഖ് ചെയ്യും. കാരണം നിന്റെ മുറ്റത്ത് വീടിക്കുറ്റില്ല. 3 തലാഖ് ചൊല്ലി. ഈ പെണ്ണിന് പെണ്ണ് തന്നെയാണല്ലോ. ഒരു പെണ്ണ് ഒന്നിച്ചു നിൽക്കില്ല. ഏറ്റവും ഒരു പെണ്ണിന് ശത്രുവാരായിരിക്കും? ഒന്നിച്ചു നിൽക്കുന്ന ശീലത്തഴപ്പമേ പെണ്ണെന്ന ജാതിക്കു തീരെയില്ല. പൊൻകുന്നം വർക്കി പാടിയിട്ടുണ്ട്. പൊൻകുന്നം വർക്കി കൊണ്ട് പെണ്ണിനെ കുറിച്ച് പാടിയിട്ടുണ്ട്. ഒന്നിച്ചു നിൽക്കുന്ന ശീലപ്പഴക്കമേ പെണ്ണെന്ന ജാതിക്ക് തീരെയില്ല. ഒന്നിച്ചു നിൽക്കുക എന്ന് പറയുന്ന ഒരു ശേഷം പെണ്ണെന്ന് പറയുന്ന ജാതിക്ക് വളരെ കുറവാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോ അവസാനം തലാഖായി. തലാഖ് സംഭവിച്ച് വലിയ വിഷയമായി. പള്ളി കമ്മിറ്റിയിൽ വിഷയമെത്തി. അവസാനം അന്വേഷിക്കുമ്പോഴാണ് വിവരം അറിയുന്നത്, വീടിക്കുറ്റി എവിടെ നിന്ന് വന്നതാ? തലേ ദിവസം അവിടെ ഇലക്ട്രിസിറ്റിയുടെ ബില്ല് എഴുതാൻ വേണ്ടി വന്നവൻ അവൻ ഇലക്ട്രിസിറ്റിയുടെ ബില്ല് എഴുതിട്ട് വീടി കുറ്റിട്ട് അവിടെ ഇട്ടു. അത് അവസാനം ഈ പെണ്ണിന്റെ തലാഖിന് സംഭവിച്ചു. അപവാദങ്ങൾ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന പ്രവാസിയുടെ ഭാര്യയെ കുറിച്ച്, ദുഷ്പ്രചരണം ഉണ്ടാകുന്ന പ്രവാസിയുടെ ഭാര്യയെ കുറിച്ച്.
ഇവിടെ ഞാൻ പറയുന്നത് ഒരു പ്രവാസിയുടെ ഭാര്യ അവളുടെ ജീവിതത്തിൽ പാലിക്കേണ്ട ചില ചിട്ടവട്ടങ്ങളുണ്ട്. അത് പാലിക്കും. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞവ സാലിഹാത്ത് സാലിഹത്തായ പെണ്ണാരാ ഖാലിത്താത്തുൻ ഹാഫിളാത്തുൻ ലിൽ ഗൈബി ബിമാ ഹഫിളല്ലാഹ്. ഖാലിത്താത്തുന്നവൾ ഭർത്താവ് കൂടെയുള്ളപ്പോഴും അല്ലാതെ സ്നേഹം പകർന്നു കൊടുക്കുന്നവൾ. ഹാഫിളാത്തുൻ ലിൽ ഗൈബി ബിമാ ഹഫിളല്ലാഹ്. ആ ഭർത്താവിന്റെ അഭാവത്തിൽ അള്ളാഹു സൂക്ഷിക്കാൻ ഏൽപ്പിച്ചത് ഏതൊക്കെയാണോ അതിനെ കാര്യമായി സൂക്ഷിക്കുന്നവളാണ് സാലിഹത്തെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ.